ഹായ് ഫ്രണ്ട്സ്, വളയ്ക്കാതെ ഒടിക്കാതെ ഞൊടിയിടയിൽ പറഞ്ഞു തരുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ASK യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് അന്നാടാൻ. ഈ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ബാനറാണ്. ഹൗ ടു മേക്ക് എ പ്രൊഫഷണൽ യൂട്യൂബ് ചാനൽ ബാനർ. അപ്പോൾ ബാനർ ഉണ്ടാക്കുന്നത് ഞാൻ പിക്സൽ ആപ്പിൽ കൂടിയാണ്. വളരെയധികം ഉണ്ട് നമ്മൾ ആപ്പുകൾ, പക്ഷേ പിക്സൽ ആപ്പാണ് ഏറ്റവും ഞൊടിയിടയിൽ നല്ലൊരു ബാനർ ഉണ്ടാക്കാൻ പറ്റിയത്. നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലോ. ഞാൻ ഒരു കാര്യം, എന്തെല്ലാം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കുക. സമയം വളരെയധികം നീട്ടുന്നില്ല, കാര്യം വീഡിയോ അല്പം ലെങ്താണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ബാനർ ഉണ്ടാക്കുന്നത് ഞാൻ പിക്സൽ ആപ്പിലാണ്. നമുക്ക് ഇതിൻ്റെ സൈസ്, ഇമേജ് സൈസ് വന്നിട്ട് എടുക്കാം. സൈസ് വന്ന് ഞാൻ ഇവിടെ തംബ്നെയിൽ സൈസാണ് എടുക്കുന്നത്. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറ്റാം. കളർ ഞാനിവിടെ ബ്ലാക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ രീതിയിലെടുത്തു, ഞാൻ ഓക്കെ കൊടുത്തു. ഗാലറിയിൽ പോയിട്ട് എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബാനറിൻ്റെ PNG ആണ്. അതിൻ്റെ കളർ മാറ്റാം. കളർ ഞാൻ ഇവിടെ ഒരു ഗ്രീൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. വീണ്ടും നമ്മൾ ഗാലറിയിൽ പോയിട്ട് അതേപോലെ ഒന്നിട്ട് ക്രോം ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇവിടെ ഹാഫ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് ലൈൻ ഉണ്ടല്ലോ, ലൈനിൻ്റെ അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇനി നമുക്കത് അവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഇവിടെ ഒരു യെല്ലോ കൊടുക്കാം. യെല്ലോ കൊടുത്തു. ഇനി നമുക്ക് ടു ബാക്ക് കൊടുത്തു. ഇത് എന്ത് ചെയ്താലും നമ്മൾ ലോക്ക് ചെയ്യണം. ഇനി നമുക്കൊരു ഷേപ്പാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ എന്തെല്ലാം PNG എടുക്കുന്നു അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഷേപ്പിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം. ഇവിടെ റൊട്ടേറ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇത് തന്നെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മളതിനെ ഏത് രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ആ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. അല്പം കൂടെ വലുതാക്കുന്നുണ്ട്. വലുതാക്കിയിട്ട് നമുക്കിത് വലതുവശത്താണ് ഫിക്സ് ചെയ്യാനുള്ളത്. ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ, നമുക്ക് കാണാം. ആ ലൈനിൻ്റെ അപ്പുറമായിട്ട് എൻഡ് ഫസ്റ്റ് ഭാഗം വന്നിട്ട് ലൈനിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവന്നിട്ട് ടു ബാക്ക് അടിക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ലൈൻ കണ്ടില്ല, ഒരു പച്ച ലൈൻ കണ്ടല്ലോ. അപ്പോൾ ഇതുവരെ മതി. ഇതുവരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനെ ലോക്ക് ചെയ്യാം. നമ്മൾ എവിടെ ഫിക്സ് ചെയ്യുന്നോ അത് കൊണ്ടുവന്ന് നമ്മൾ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തില്ലെങ്കിൽ അനങ്ങും. വീണ്ടും നമ്മൾ ഗാലറിയിൽ പോകുന്നു. ഗാലറിയിൽ പോയിട്ട് നമ്മുടെ ചാനലിൻ്റെ ഒരു ലോഗോ നിങ്ങളുണ്ടാക്കി കാണുമല്ലോ. ഇനി നമുക്ക് റൗണ്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ചെറുതാക്കി സെലക്ട് ചെയ്തിട്ട് ഇവിടെ റിലേറ്റീവ് സൈസിൽ വന്നിട്ട് വിഡ്ത്തും ഹൈറ്റും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് എത്ര സൈസ് വേണോ അതോടെ ഫിക്സ് ചെയ്ത് നമ്മളിനി സ്ട്രോക്ക് ഇനേബിൾ ചെയ്തു. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഞാൻ അവിടെ ഒരു 2 വെച്ചു. ഷാഡോ വന്നിട്ട് അതും ഇനേബിൾ ചെയ്തു. എപ്പോഴും നമ്മൾ ഈ ബ്ലർ റേഡിയസ് വന്നിട്ട് 0 നമ്മൾ സെലക്ട് ചെയ്ത് ഇതിനെ ലോക്ക് ചെയ്യുന്നു. വീണ്ടും അൺലോക്ക് ചെയ്ത് വെളിയിൽ വരിക. ഗാലറി പോകുന്നു. ഗാലറി പോയിട്ട് ഇതിനെ നമ്മൾ ക്രോം ചെയ്ത് എടുക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ പുള്ളികളുള്ളത് ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. റിലേറ്റീവ് സൈസിൽ പോയാണ് ഞാൻ ഇവിടെ ഇത് ചെറുതാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നു ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം കൂടെ കോപ്പി ചെയ്തെടുക്കാം. കോപ്പി നമ്മൾ വലതുവശത്താണ് ഇടേണ്ടത്. അവിടെ ഇരിക്കട്ടെ. നമുക്കിത് ഇത് ഇടതുവശത്തുള്ളതിന് ഞാൻ ഇവിടെ കളർ കൊടുത്തു. കളർ ഞാൻ റെഡാണ് കൊടുത്തത്. ഇനി നമ്മൾ വലതുവശത്തുള്ളതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം. റൊട്ടേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. അതായത് ഇവിടെ വലതുവശത്ത് വെച്ചു. വലതുവശത്തുള്ള നമ്മളിവിടെ ഫിക്സ് ചെയ്ത് എടുക്കാൻ പോകുക. കറക്റ്റാക്കി ഫിക്സ് ചെയ്തു. ഇതിനെ നമ്മൾ
ബാക്ക്ഗ്രൗണ്ട് കളറാണ് കൊടുക്കാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഇവിടെ ഒരു യെല്ലോ കൊടുക്കാം. യെല്ലോ കൊടുത്തു ഓക്കെ ചെയ്തു. ഓക്കെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പോയിട്ട് ലോക്ക് ചെയ്യുക. എന്ത് ചെയ്താലും ലോക്ക് ചെയ്യുക. ഇനി നമ്മൾ ടെസ്റ്റ് എടുക്കണം. ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ SK യൂട്യൂബ് ചാനലാണല്ലോ. നിങ്ങളുടെ ചാനൽ എടുക്കുക. ഇതേപോലെ ടൈപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഡൺ കൊടുക്കാം. ഡൺ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബ്ലോക്ക് സൈസ് സ്റ്റൈൽ വന്നിട്ട് എടുത്തു. അതിൻ്റെ ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ സൈസ് വന്നിട്ട് നമ്മൾ സെൻറ്ററിലൊക്കെ ആക്കി സൈസ് അല്പം കൂടെ മുകളിലായിട്ട് പൊസിഷൻ വന്നിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിനൊരു കളർ കൊടുക്കാൻ തന്നെ താഴെയുള്ള ബാളുണ്ടല്ലോ, ഈ ബാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രിക്സിന് ഞാൻ ഇവിടെ ഒരു മഞ്ഞ കളർ കൊടുത്തു. അതിൻ്റെ ഐപാഡ് ചരിവൊക്കെ വരുന്നില്ല, അതിൻ്റെ അകലങ്ങൾ രണ്ടും ഞാൻ മുകളിലുള്ളതിന് ഒരു 4ഉം താഴെയുള്ള 3ഉം കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ സൈസ് ഇതാ വീണ്ടും കുറച്ചു, ഒരു 52 ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ലോക്ക് ചെയ്യുക. എന്ത് ചെയ്താലും ലോക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമ്മൾ പോകുന്നു. ഇതിൽ മീഡിയയിലാണ് ഞാൻ ഇവിടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിവിടെ ചെറുതായി കൊണ്ടുവന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഇവിടെ ഒരു വൈറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. വൈറ്റ് കൊടുത്തു, അത് ഓക്കെ ചെയ്തു. ഇനി നമ്മളിവിടെ ഒരു ടെസ്റ്റ് എഴുതണം. ടെസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എഴുതുന്നത് ഫോളോ മീ ഹിയർ. ആരെങ്കിലും അതായത് നമുക്കിതൊക്കെ കാണുമല്ലോ, അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യാനാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. ഫോളോ മീ ഹിയർ കൊടുത്തു. അതിൻ്റെ സൈസ് വന്നിട്ട് ഞാൻ ചെറുതാക്കി ഇതവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കളറ് ഞാൻ പച്ച കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് എന്ത് ചെയ്താൽ നമ്മൾ സ്റ്റോക്ക് ഇനാബിൾ ചെയ്യുക, ഷാഡോ ഇനാബിൾ ചെയ്യുക. അപ്പോൾ പച്ച കളർ കൊടുത്തു, അത് നമ്മൾ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്ത ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിൽ ഞാൻ നമ്മളെ ചാനലിൻ്റെ മുകളിൽ ഒരു ടൈറ്റ് കൊടുക്കുക. അപ്പോൾ ചാനലിൻ്റെ കൊടുത്ത ആ സൈസിനേക്കാൾ അല്പം കൂടെ കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ 2 ഗ്രോ കൊടുത്തു, അത് നമ്മൾ ഓക്കെ കൊടുത്തു. അതിൻ്റെ കളർ സെലക്ട് ചെയ്തു. കളർ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കണം കേട്ടോ. ഞാൻ അവിടെ ഒരു മഞ്ഞ കൊടുത്ത് സ്ട്രോക്ക് ഇനേബിൾ ചെയ്തു. ഷാഡോ വന്നിട്ട് അത് ഇനേബിൾ ചെയ്തെടുത്തു, ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ ആണ് എടുക്കുന്നത്, അത് നമ്മൾ ചെറുതാക്കി എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം യൂസ് ചെയ്യാം. അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ സ്ട്രോക്ക് ഇനേബിൾ ചെയ്ത് എടുത്ത് ഒരു 4:3 കൊണ്ട് നിർത്തി ഓക്കെ കൊടുത്തു. ഇനി ഷാഡോ അതുപോലെ പുതിയ പൊസിഷൻ ഒന്ന് കറക്റ്റായിട്ട് എടുത്ത് താഴെ ലോക്ക് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ടെസ്റ്റും കൂടെ എഴുതാറുണ്ട്. ചാനലും കൂടെ ഇവിടെ എഴുതാം. മുകളിൽ നമ്മൾ ടെസ്റ്റിൻ്റെ എല്ലാം ആയി കഴിഞ്ഞു. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ എഴുതിയ ആ സൈസിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് 36ആണ്. അപ്പോൾ ചാനലിനും വന്നിട്ട് 36 ഒരേ സൈസിലുള്ളതായിരിക്കണം കേട്ടോ. നമ്മൾ പ്രത്യേകം എടുത്ത് എഴുതിയാലും അതിൻ്റെ സൈസ് പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരേപോലുള്ളത് എടുക്കാം നോക്കുക. അതിനൊരു കളർ കൊടുത്തു. അതിൻ്റെ ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. സ്ട്രോക്ക് ഇനേബിൾ ചെയ്തു, ഷാഡോയും. അപ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾ ഓർമ്മ വേണം, ബ്ലർ റേഡിയസ് വന്നിട്ട് 0 വയ്ക്കാവും. അല്ലെങ്കിൽ അതിൻ്റെ കറുത്ത കളറെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അത് ഇങ്ങനെ കാണാൻ ഒരു ഷോ ഇല്ലാതെ കറുത്ത കളറെല്ലാം ഇങ്ങനെ മുന്തിരിക്കും. ഇനി ഞാൻ ഇവിടെ ഒരു സബ്സ്ക്രൈബ് നിങ്ങളോട് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. സബ്സ്ക്രൈബ് എല്ലാം അതും ക്യാപിറ്റൽ ലെറ്ററിൽ കൊണ്ടുവന്ന് അവിടെ സെലക്ട് ചെയ്തു. അതിൻ്റെ സൈസ് നമുക്ക് ചെറുതാക്കി ഇത് അവിടെ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ടിക്ക് ചെയ്തു. അങ്ങനെ പൊസിഷൻ വന്നിട്ട് മുകളിലോട്ടായിട്ടുള്ളൊക്കെ നമ്മളോട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ ബ്ലോക്ക് സ്റ്റൈൽ വന്നിട്ട്
എനേബിൾ ചെയ്തു. കളർ ഒന്ന് നമുക്ക് വെള്ള കൊടുക്കാം, കാര്യം ഇപ്പോഴത്തെ വെള്ളയാണല്ലോ. അപ്പോൾ വെള്ള കൊടുത്ത് സ്ട്രോക്ക് വിഡ്ത്തും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഓഫ്സെറ്റ് വന്നിട്ട് 21 വരെ കൊടുത്തു. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഗാലറി പോയിട്ട് ഒരു ഷൈനിങ്ങിനുള്ളതാണ്. ഇതിൻ്റെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കൊണ്ടുവരുന്നു. അതിൻ്റെ സൈസ് എല്ലാം സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാം ലോക്ക് ചെയ്യുക. നമ്മൾ ബാനറിൻ്റെ ഇത് മാത്രം അവിടെ വന്നിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ PNG-യിൽ കൊടുത്തു, താഴെ കസ്റ്റമിൽ വന്നിട്ട് അൾട്രയിൽ കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ളൊരു ബാനർ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കുക. വീണ്ടും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം സുരേഷ് അനാടൻ. ബൈ. ജയ് ഹിന്ദ്.